ഹായ് മക്കളെ, അപ്പൊ നിങ്ങളുടെ പബ്ലിക് എക്സാം ആനുവൽ എക്സാമിന് അഭിമുഖീകരിക്കാൻ വേണ്ടി പോകാൻ അടുത്ത എക്സാം സോഷ്യൽ സയൻസ് ആണ്. ഒരു തരി പോലും ടെൻഷൻ വേണ്ടെന്ന് ആദ്യം നിഹാൽ സാറിന് പറയാനുള്ളത്. കാരണം എജുപോർട്ടിനെ വിശ്വസിച്ച് എജുപോർട്ടിന്റെ ക്ലാസ് കേട്ടുകൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു തരി നോ ടെൻഷൻസ്. കാരണം നാളെ നിങ്ങൾ പരീക്ഷ ഹാളിൽ എത്തിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദ്യമാണോ നിങ്ങൾ കാണുന്നത്, ആ ചോദ്യം പ്രാക്ടീസ് ചെയ്തിട്ടല്ലാതെ, ആ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടല്ലാതെ നിങ്ങൾ ഒരാളെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, എക്സാം ഹാളിലേക്ക് പറഞ്ഞയക്കില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മുടെ അവസാന ചാപ്റ്റർ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഒരുപാട് സ്ഥിരമായി ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് പഠിക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾക്ക് മാത്രം മാർക്ക് കിട്ടിയാൽ മതിയോ, ഓരോ എല്ലാവരും പഠിക്കണം അല്ലേ. അപ്പോൾ അവർക്കൊന്ന് നിങ്ങൾ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ എന്ത് ചെയ്ത് മറക്കരുത്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ തുടങ്ങുകയാണ്. ആദ്യ ചോദ്യം ഇതാണ്, ഇലൂസൈറ്റ് ദ ഫീച്ചർ ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താണ് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനാണ് ചോദ്യം. 4 മാർക്കിന് ചോദിക്കുക. എന്താണ് സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യ നിയന്ത്രണം അല്ലെ. എന്ത് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്നെയും നിങ്ങളൊക്കെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലേ. അതിനെ പറ്റി അവിടെ ചോദിക്കുന്നില്ല. എന്താ ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മളെ കൺട്രോൾ ചെയ്ത് നോക്കി. നിങ്ങൾ നോക്കൂ, ലീസ്റ്റ് ഔട്ട് ദ ഫീച്ചർ ഓഫ് സോഷ്യൽ കൺട്രോൾ. ഇൻ എവറി സൊസൈറ്റി ദർ ഈസ് എ സർട്ടൻ കോമൺലി അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ അല്ലെ. നോക്കി, നിങ്ങൾ എല്ലാ സമൂഹത്തിലും പൊതുവായി അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ മാനദണ്ഡങ്ങൾ, അതാണ് സോഷ്യൽ കൺട്രോൾ. ഞാനും നിങ്ങളൊക്കെ സമൂഹത്തിൽ പെരുമാറേണ്ട, ബിഹേവ് ചെയ്യേണ്ട ചില കൺട്രോൾസ് ഉണ്ട്. അതിലപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടി കിട്ടും, പോലീസുകാർ പിടിച്ചോണ്ടൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതാണ് സോഷ്യൽ കൺട്രോൾ. നമുക്ക് എന്തൊക്കെ ആ സമൂഹത്തിൽ നമുക്ക് പരിമിതമായ നമ്മുടെ ആ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നോക്കാം. നമുക്ക് ആദ്യം Society established suitable social control for the regulation of the behavior and socialization of its members. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്നിട്ടുള്ളത്? സമൂഹം അതിന്റെ അംഗങ്ങളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്നതിനും സാമൂഹ്യവൽക്കരിക്കുന്നതിനും അനുയോജ്യമായ സാമൂഹ്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സാമൂഹ്യ സ്ഥാപനങ്ങൾ? ഒന്ന് പോലീസാണ്, മറ്റൊന്ന് കോടതിയാണ്, ജയിലുണ്ട്, മിലിറ്ററി തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നടപ്പിലാക്കുന്നത്. സാമൂഹ്യ നിയന്ത്രണം പാലിക്കാത്തവരെ നിയന്ത്രിക്കാനോ തടയാനോ ശിക്ഷിക്കാനോ സമൂഹ സ്ഥാപനങ്ങൾക്ക് എന്തുണ്ട്, സംവിധാനമുണ്ട്. അതായത് ആരെങ്കിലും society has the institution and system to control, prevent or punish those who don't social control. അല്ലെങ്കിൽ ആരാണ് ഈ സാമൂഹ്യ നിയന്ത്രണം പാലിക്കാത്തത്, അതിനെ ഫോളോ ചെയ്യാത്ത ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള ആ സംവിധാനം ആരുടെ കയ്യിലുണ്ട്? നമ്മുടെ ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു ചോദ്യം നിർബന്ധം നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താ സോഷ്യൽ സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷത നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, elucidate the difference between primary group and secondary group. 4 മാർക്കിന് ചോദിച്ചാണ്. വിത്ത് എക്സാമ്പിൾ അല്ലെ, ഉദാഹരണ സഹിതം പ്രാഥമിക സംഘത്തെയും ദ്വിതീയ സംഘത്തെയും പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈമറി ഗ്രൂപ്പ് is the compound of small group people with the intimate relationship, face to face interaction and the mutual cooperation. അതായത് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്, പ്രാഥമിക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത് നമ്മളുമായി വളരെയധികം ഫേസ് ടു ഫേസ് നമ്മൾ നിരന്തരം കാണുകയും ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ചെറിയൊരു ഗ്രൂപ്പാണ്. വലിയ വിഭാഗം ആളുകളൊന്നല്ല, ഒരു 4, 5 അല്ലെങ്കിൽ ഒരു 10 താഴെ വരുന്ന അംഗങ്ങളെ ചെറിയൊരു ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് എന്താ പ്രൈമറി ഗ്രൂപ്പ് നമ്മൾ വിളിക്കുമ്പോൾ. ഇതിനെപ്പറ്റി നിങ്ങൾ നിർബന്ധം പഠിച്ചിരിക്കണം. ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു. ഏതൊക്കെ എക്സാമ്പിൾ? നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്, നിങ്ങളുടെ ഫാമിലി ഒക്കെ എന്തിന്റെ എക്സാമ്പിളാണ്? ഈ പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ. അപ്പൊ അതിന്റെ സവിശേഷതകളുണ്ട്, കൃത്യമായി ഇത് നോക്കി വെക്കുക. മെമ്പേഴ്സ് നോൺ ഈച്ച് അതർ അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളായിരിക്കും അതിൽ അംഗങ്ങൾ. ഇന്റിമസി അമംഗ് ദ മെമ്പേഴ്സ്, അംഗങ്ങൾക്കിടയിൽ നിന്ന് ആത്മബന്ധം ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ദ മെമ്പേഴ്സ്, ആളുകൾക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കുന്നുണ്ടല്ലേ. അല്ലാതെ ഒരാൾ ഒരു മൂലക്കിലും മറ്റൊരു മൂലക്കിലും പോയിരിക്കുന്ന ടീം അല്ല ആര്, പ്രൈമറി ഗ്രൂപ്പ്. ഇനി നമ്മൾ നേരെ സെക്കൻഡറി ഗ്രൂപ്പിലേക്ക് വരാണെങ്കിൽ ആരാ സെക്കൻഡറി ഗ്രൂപ്പ്? സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ അതർ ഹാൻഡ് സെക്കൻഡറി ഗ്രൂപ്പ് ഹാവ് മോർ മെമ്പേഴ്സ് ദാൻ ദ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് ദർ ഈസ് എ ഫോർമൽ റിലേഷൻഷിപ്പ് അമംഗ് ദ മെമ്പേഴ്സ്. അതായത് ഒരു ഔപചാരിക ബന്ധമുള്ള ഒരു വലിയ വിഭാഗം ആളുകളെ വിളിക്കുന്നവരാണെന്താ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ സെക്കൻഡറി ഗ്രൂപ്പ് ആർ ഫോംഡ് ടു സാറ്റിസ്ഫൈ ദ കോമൺ നീഡ് ഓഫ് ദ മെമ്പർ. ആ മെമ്പേഴ്സിന്റെ, ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു കോമൺ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചിട്ടുള്ളത്, ഈ സെക്കൻഡറി ഗ്രൂപ്പ് രൂപീകരിച്ചത്. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും നമ്മൾ വ്യത്യാസം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, പഠിച്ചു നോക്കാം അല്ലെ. ഇപ്പൊ എന്തൊക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പിന്റെ സവിശേഷകൾ? മോർ മെമ്പർ ദാൻ പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അവർ തമ്മിൽ ഒരു ഫോർമൽ റിലേഷൻ, ഒരു ഔപചാരിക ബന്ധമായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ ഫോം ടു സാറ്റിസ്ഫൈ എ കോമൺ നീഡ് ഓഫ് ദ മെമ്പേഴ്സ്, ആ അംഗങ്ങളുടെ ഒരു പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് ഈ സെക്കൻഡറി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. പേഴ്സണൽ യൂസ്ഫുൾനെസ് ഈസ് ബേസ്ഡ് ഓൺ മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ അംഗത്തിന്റെ അടിസ്ഥാനം വ്യക്തിഗത ഉപയോഗമാണ്. അവർക്ക് വേണ്ടിയുള്ള ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് രൂപീകരിച്ചുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സാമിൽ ഇത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അവസാനമായി ഒരു ചോദ്യം നോക്കാൻ വേണ്ടി പോവാണ്, വാട്ട് ആർ ദ യൂസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമൂഹിക സംഘങ്ങൾ അല്ലെ,
സാമൂഹിക സംഘം. ഈ സാമൂഹിക സംഘത്തിന്റെ ഉപയോഗം എന്ത്? 3 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. സോഷ്യൽ ഗ്രൂപ്പിന് ഉപയോഗം ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത് നോക്കൂ, പ്രൊമോട്ട് കമ്പാനിയൻഷിപ്പ് അല്ലെ, എന്താണ്? സഹവാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സഹവാസം ഉണ്ടല്ലേ, നമ്മൾക്കിടയിൽ ഒരു സഹകരണ മനോഭാവം, സഹവാസ മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ട്രെയിൻ ബിഹേവിയർ പാറ്റേൺ, നമ്മുടെ പെരുമാറ്റ രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രെയിൻ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അതിനെ നന്നാക്കി എടുക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കോഎക്സിസ്റ്റൻസ് പ്രൊമോട്ട് ആൻഡ് സോഷ്യൽ വാല്യൂ, സഹവർത്തത്തെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സാമൂഹ്യ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എൻഷുർ കോഓപ്പറേഷൻ, സഹകരണം ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം മക്കളെ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എവിടേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ? നിങ്ങളുടെ ആനുവൽ എക്സാമിന് നിങ്ങൾ ഹാളിലേക്ക് കയറാൻ പാടുള്ളൂ. കാരണം അവസാന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരു 6 മാർക്ക് വരെ നമുക്ക് ആ ചാപ്റ്റർ പ്രതീക്ഷിക്കാം. ആകെ 40 മാർക്ക് ആണെങ്കിൽ കൂടി 6 മാർക്ക് വരെ നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം എവിടേക്ക് പോവുക? പരീക്ഷയ്ക്ക് പോവുക. മക്കളെ പരീക്ഷ എളുപ്പമാവട്ടെ. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ പരീക്ഷയ്ക്ക് വരുള്ളൂ. അതുകൊണ്ട് പരീക്ഷ ആലോചിച്ച് ഒരു ടെൻഷനും വേണം. നിങ്ങളെ പണി നന്നായി നിർവഹിക്കുക, പഠിക്കുക എന്നുള്ള പണി നന്നായി നിർവഹിക്കുക. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. റെഡി? അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെയുണ്ട് ക്ലാസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒരു ലൈക്കും തരിക. അപ്പോൾ അടുത്ത ലൈവിൽ കാണാം. ബൈ.